അടുത്തൊക്കെ ഇനി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. അത് ചേട്ടൻ്റെ ആത്മാവ് വിഷമിച്ചുകൊണ്ടിരിക്കുക, ശാന്തി കിട്ടത്തില്ല ഏട്ടൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ. എനിക്കെൻ്റെ 2 മക്കളും ഒരുപോലാണ്, എൻ്റെ കിച്ചുവും എൻ്റെ ഋത്തവും. പിന്നെ എന്നോടും കിച്ചുവിനോടും എപ്പോഴും സൂചേട്ടൻ പറയായിരുന്നു, മുൻകൂട്ടി കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ആവട്ടെ ഞാൻ പോയാലും ഇവനാണ് ഞാൻ, ഇവനിലുണ്ട് ഞാൻ എന്ന് എന്നോട് എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ പാട്ട് പാടി ഓരൻ കാണാൻ താവരപ്പൂ പന്തലേ കേട്ടു കേട്ടു വീടൊങ്കൻ കടയുടെ കാപ്പരേ. ഭൂഷയിടങ്ങളിലൊക്കെ നിരവധി ആളുകൾ അനാവശ്യ ചർച്ചകൾ നടക്കുന്നു. എവിടെ പോയി കുച്ചുമോനെ കാണാറില്ലേ, കുച്ചുമോൻ എന്താ പറ്റിയത്, ഇവിടെ ഇല്ലേ, അത്തരത്തിലൊക്കെ അനാവശ്യമായ ചർച്ചകളും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മളിവിടെ നിന്ന് കാണുന്നതാണ് എത്രത്തോളം സ്നേഹിച്ചാണ് കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നതെന്ന്. അപ്പോൾ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എന്നെ മോൻ അന്ന് അമ്മയെന്ന് വിളിച്ചതാ, ഇന്ന് വരെ അവൻ അങ്ങനെ വിളിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചേട്ടനോട് അത് എപ്പോഴും പറയായിരുന്നു. ഏട്ടനെ അറിയാത്. എൻ്റെ ഋത്തപ്പ വിളിക്കുന്നതിനേക്കാൾ മുന്നേ എന്നെ അമ്മയെന്ന് വിളിച്ച എൻ്റെ കിച്ചൂട്ടനാ. അവൻ കഴിഞ്ഞിട്ട് പോലും ഉള്ളു ഇവനെ എനിക്ക് 11ാമത്തെ വയസ്സ് കിട്ടിയതാ. ഞാൻ പ്രസവിച്ച എൻ്റെ മോനാണ് ഇവൻ, ആദ്യത്തെ എൻ്റെ മോൻ. അങ്ങനെ ഞാൻ കാണുന്നതും. ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. പിന്നെ പറയുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അവർ പറയട്ടെ, ഞാൻ അതിനകത്തൊന്നും പ്രതികരിക്കുന്നില്ല. ചേച്ചിയൊക്കെ നിങ്ങളൊന്നും അറിയുന്നില്ലെന്നറിയാം, പക്ഷെ എങ്കിലും കുടുംബത്തിലുള്ളവരൊക്കെ ഇതൊക്കെ അവർക്കൊക്കെ വിഷമം ഉണ്ടായിരിക്കുമല്ലോ. കാരണം ഇവിടെ വന്ന് കാണുന്നവർക്കറിയാം എങ്ങനെയാണ് നിങ്ങൾ കഴിയുന്നത്, എത്ര സ്നേഹത്തിലാണെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ഏട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് മോൻ നല്ല മാർക്കോടെ ജയിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ആവട്ടെ നിന്റെ മോനാണ്, നീ കണ്ടില്ലേ, നിനക്ക് ഇവൻ്റെ ഓരോ വിജയം, ഇവൻ ഇത്ര ആയത് നിന്റെ അടുത്തോട്ട് അവൻ വന്നപ്പം നിന്റെ ഇത്രയുള്ളത്, ഞങ്ങൾ 2 സെയിം പൊക്കമായിരുന്നു, ഇപ്പം നീ ഇത്രയും വലുതാക്കി, ഞാൻ നിന്റെ കഴിവാണ്, നിന്റെ മോനെ നീയാണ് ഇത്രയും വലുതാക്കി ഏട്ടൻ എപ്പോഴും പറയായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ, പപ്പ, എൻ്റെ ചേച്ചി, ഹസ്ബൻഡ്, പിള്ളേർ, ഞങ്ങൾ ഇത്രയായിരുന്നു. ഞങ്ങൾ സൂചേട്ടൻ, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഒരുമിച്ച് എപ്പോഴും ഉണ്ടായിരുന്നു, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം. ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും സൂചേട്ടൻ ഞങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് ഏട്ടൻ. എന്നോട് സംസാരിക്കും ഏട്ടൻ എപ്പോഴും മനസ്സിൽ. എനിക്ക് കേൾക്കുന്നതാണോ എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് എപ്പോഴും സംസാരിക്കും ഏട്ടൻ, ഏട്ടൻ പോയിട്ടില്ല ഇവിടെ വിട്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കരയുന്നത്, കണ്ണ് നിറയുന്നത് ഒട്ടും ഇഷ്ടമല്ല ഏട്ടന്. ഏട്ടൻ വഴക്ക് പറയും ഞാൻ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ. ഏട്ടന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ കരയുന്നതും ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുന്നതും. അതാണ് ഏട്ടൻ എന്നോട് ചെറിയ കുഞ്ഞ് വഴക്കൊക്കെ പറയുന്നത്, അതിന് മാത്രമാണ് ഏട്ടൻ. ഇതൊന്നും അറിയാതെ ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ ഒരുപക്ഷെ സൂചിച്ചേട്ടനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നുള്ളത്, അല്ലേ? ചേട്ടൻ്റെ ആത്മാവ് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും. അതെനിക്കറിയാം, എൻ്റെ ഉള്ളിലതറിയാം. ഏട്ടൻ എന്നോട് പറയുന്നുണ്ട്, ഞങ്ങളെ ഇട്ടിട്ട് പോകത്തില്ല ഏട്ടൻ, എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഷൂട്ടില്ലാത്തപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഏട്ടൻ, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല ഏട്ടൻ. മോൻ എന്താ പറയാനുള്ളൂ? ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? ഇങ്ങനെയൊക്കെ നോക്കാറേ പോകത്തില്ല. അമ്മ ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്നൊന്ന് പറയുന്നല്ലാണ്ട് അങ്ങനെടുത്ത് നോക്കാറൊന്നുമില്ല. വിഷമമുണ്ടോ? കാരണം അങ്ങനെ കേൾക്കുമ്പോ ഓരോന്ന് വിഷമമുണ്ട്. ഇനിയെങ്കിലും ഇത്തരത്തിൽ ആളുകൾ പറയാതിരിക്കട്ടെ, അല്ലേ മോനെ? ഇനി എനിക്കൊരു അപേക്ഷയുള്ളത്, സത്യം പറഞ്ഞാൽ എനിക്കിനി പറയാനും വാക്കുകളില്ല, കണ്ണുനീരും എല്ലാം പറ്റിയ ഒരവസ്ഥയാണ് എനിക്ക്. ഞാൻ എന്നിട്ടും പിള്ളേരെ ഓർത്തിട്ടാണ് ഞാൻ കരയാതെ പിടിച്ച് നിൽക്കുന്നതും ധൈര്യത്തോടെ നിൽക്കുന്നത്. ഏട്ടനുണ്ട് ഇവിടെ. ദയവേത് എനിക്കൊരു അപേക്ഷയുള്ളൂ, ഇങ്ങനെ പറയുന്നവരുടെ അടുത്തൊക്കെ ഇനി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. അത് ചേട്ടൻ്റെ ആത്മാവ് വിഷമിച്ചുകൊണ്ടിരിക്കുക, ശാന്തി കിട്ടത്തില്ല ഏട്ടൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ. എനിക്കെൻ്റെ 2 മക്കളും ഒരുപോലാണ്, എൻ്റെ കിച്ചുവും എൻ്റെ ഋത്തവും. ചേച്ചി, നമ്മളിവിടെ വന്ന് കാണുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഇപ്പം 2 കുഞ്ഞുങ്ങളെ ഒരേപോലെ സ്നേഹിച്ചാണ് ചേച്ചി വളർത്തിക്കൊണ്ട് വരുന്നത്. അതൊന്നും അറിയാതെയാണ് ആളുകൾ ഇത്തരത്തിൽ ഓരോന്ന് പറയുന്നത്. മോനെ കാണുന്നില്ല എന്നായിരുന്നു എല്ലാവരും പറയുന്നതെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കണ്ടില്ല. അവന് പനിയായിരുന്നു കിച്ചുവിന്. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ചു. അവൻ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ അവനങ്ങനെ അമ്മ പോയി പറയാം, അല്ലെ അമ്മ പറഞ്ഞു, അങ്ങനെ പറയത്തുള്ളവൻ. ആരുടെയും മുന്നിൽ അവൻ വരത്തില്ല, ക്യാമറയ്ക്ക് മുന്നിൽ. അങ്ങനെ ഒരാളാണ് അവൻ. അത് നേരത്തെ, ഇപ്പോഴും നല്ല, നേരത്തെ കുഞ്ഞിലെയൊക്കെ സ്കിറ്റിലൊക്കെ കൊണ്ടുപോകുമ്പോഴും പുള്ളി അങ്ങനെ ഒരു അച്ഛൻ്റെ പുറകെ നിൽക്കുന്ന ഒരു ഇതായിരുന്നു ആള്. അതുകൊണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒരു വിഷയവും ഇല്ലായിരുന്നു അവന്.
അവൻ അന്ന് തൊട്ട് എൻ്റെ കൂടെ തന്നെ, ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അതുപോലെ പിന്നെ എന്നോടും കിച്ചുവിനോടും എപ്പോഴും സൂചേട്ടൻ പറയായിരുന്നു, മുൻകൂട്ടി കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ആവട്ടെ ഞാൻ പോയാലും ഇവനാണ് ഞാൻ, ഇവനിലുണ്ട് ഞാൻ എന്ന് എന്നോട് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഇവൻ രാവിലെ എഴുന്നേറ്റിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ അച്ഛൻ, ഞാൻ കരയുമ്പോൾ പറയാം അമ്മ ഞാൻ അച്ഛൻ, കിച്ചുവിനോടും പറയും ഞാൻ അച്ഛൻ എന്ന്. അതെന്താ എന്നാന്നൊന്നും എനിക്കറിയത്തില്ല. ഏട്ടൻ വിട്ടിട്ട് പോയിട്ടില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ മോനാച്ചൻ എപ്പോഴും പറയുമായിരുന്നു. മോനെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ അറിയോ? ഏതാ? കായമ്പല്ലേ? കായമ്പോന്ന് പാടിക്കേ കായമ്പൊന്ന് പാടിക്കേ. ജീപ്പ് മേടിച്ചു ഒന്നല്ലേ അമ്മയുടെ. മുട്ടായി മേടിക്കുന്ന ജീപ്പ് മേടിക്കാം. ഓക്കെ, മുട്ടായും ജീപ്പും ലേസും പാടിക്കും. പാട് പൊന്നെ, ലേസ് മേടിക്കാം. ഓക്കെ പാട്ട് പാട്. പാട്ട് പാടി ഓടൻ കാണാൻ താപരപ്പു പൈന്തലേ. തമ്മി കണ്ടോ? പാട് കേട്ട് നോക്ക് നോക്ക്. ആ കണ്ടു. കേട്ട് പാടിക്കോ. കേട്ടു 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 വീടോങ്കേ കരയിന്റെ കാബരേ കരയിന്റെ കാബരേ രാടി രാടി പൊണ്ടലേ രാടി ആടു പൊണ്ടലേ. പാട്ട് പാടി ഓടൻ കാണാൻ താപരപ്പു പൈന്തലേ. കേട്ടു കേട്ടു വീടൊങ്കൻ കരയിന്റെ കാബരേ കരയിന്റെ കാബരേ. ലാടി ലാടി പൊന്നലേ ലാടി ആടു പൊന്നലേ. പാട്ട് സൂപ്പർ. അച്ഛൻ രണ്ടുപേരെയും പാടി ഉറക്കുന്ന പാട്ടായിരുന്നു. കുഞ്ഞിനെ തൊട്ട് കിച്ചുട്ടനെ മോൻ വന്നപ്പോ മോനെയും പാടി ഉറക്കുന്ന പാട്ടായിരുന്നു. പാട്ട് പാടി ഉറക്കാം. കായാപ്പൂ പാടണം. ആ ഓക്കെ. കായാപ്പൂ കണ്ടി വിടണം കപടതരം കപടേ വിടണം. എന്താ പാടിനെ? ഒന്നുമില്ല, പോകും പാടിക്കും. ഞാൻ പാടത്തില്ല, പാടിക്കോ. കായാപ്പൂ കണ്ടി വിടണം കപടതരം കപടേ വിടണം. ഒരു രാവടിച്ച് നിൻചോടരിലും ആടിയപ്പടം പൊടിലും കായാപ്പൂ കൊണ്ടുവിടണം കപടതരം കപടേ വിടണം. ഈ പാട്ടൊക്കെ ആരാ പഠിപ്പിച്ച? അച്ഛനാണോ? അച്ഛനാണ്. ആണോ? അച്ഛന് എത്ര ഇഷ്ടമാ? കൊറേ ഇഷ്ടമാ. ആണോ? ആണ്. അച്ഛൻ വേറെ എന്തൊക്കെയാ പഠിപ്പിച്ചിട്ടുള്ള മോനെ? കൊളപ്പള്ളി അപ്പൻ കാണിച്ചു കൊടുക്ക് ചേട്ടനെ. കൈ മാറ്റിട്ട് കൊളപ്പള്ളിയപ്പൻ കാണിക്ക. അച്ഛൻ പഠിപ്പിച്ചത് കൊളപ്പള്ളിയപ്പൻ. കൊളപ്പിയപ്പൻ കാണിച്ചല്ലോ പൊന്നെ, അച്ഛൻ പഠിപ്പിച്ചതല്ലേ കൊളപ്പിയപ്പനെ. പിന്നെ എനിക്ക് പറയാനുള്ള എല്ലാവരുടെ ചേട്ടനെ സ്നേഹിച്ചതും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. ഇപ്പോഴും വിളിച്ച് തിരക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ്, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ, തിരുമേനി, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും, കൊല്ലത്തെ ചേട്ടത്തിയും എന്നെ വിളിക്കാറുണ്ട്, തിരക്കാറുണ്ട്. എല്ലാവർക്കും ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും ഒരുപാട് നന്ദി.